ജീവമാത കാരുണ്യഭവന്റെ നടത്തിപ്പുകാരിയായ ഗിരിജയും കുടുംബത്തിനും മലയാളികൾക്ക് സുപരിചിതം തന്നെയാണ്. ഏക മകൻ അവിടുത്തെ അന്തേവാസിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്ത ഗിരിജ ആദ്യം വാർത്തകളിൽ നിറയുന്നത്. ആരുമില്ലാതെ അനാമികയെ സ്വന്തം മകളായി ഗിരിജ സ്വീകരിക്കുകയും ചെയ്തു. അനാമികയും വിഷ്ണുവും ഇന്ന് ഒരു വയസ്സുകാരനായ പെൺകുഞ്ഞിന്റെ മാതാപിതാക്കൾ തന്നെയാണ്. ഗിരിജയ്ക്ക് വിഷ്ണുവിനെ കൂടാതെ വർഷ എന്നൊരു മകൾ കൂടിയുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗിരിജയുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. മക്കളെയും കുടുംബത്തെയും നോക്കണമെന്ന ഉത്തരവാദിത്വ ബോധം കൊണ്ട് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഗിരിജ ചിന്തിച്ചിരുന്നില്ല. വിഷ്ണുവിന്റെ വിവാഹമോ വിശേഷമാണ് ഗിരിജ പുനർവിവാഹം ചെയ്ത് രംഗത്ത് വന്നത്. അന്നതിന് മുൻകൈയെടുത്ത് മക്കളായ വിഷ്ണുവും വർഷയും അനാമികയും എല്ലാമായിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു ഈ വിവാഹം. ഇപ്പോഴത്തെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുമെന്ന സന്തോഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് വിഷ്ണു. അമ്മ ഗർഭിണിയാണെന്നും തനിക്കൊരു അനിയനോ അനിയത്തിയോ ഉടനെ പിറക്കുമെന്നും വിഷ്ണു പറയുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു റീവീൽ ചെയ്യാൻ പോകുന്ന വീഡിയോ തന്നെയാണ് ഇത്. വലിയൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പറയാനായി. ഇവരുടെ രണ്ടിന്റെയും നാണം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായത് എന്താണ്? അമ്മയും അച്ഛനും കൂടി എന്താണ് കാരണമെന്ന് പറയാൻ പോവുകയാണെന്ന് വിഷ്ണു പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ പുതിയ സന്തോഷം ഉണ്ണിക്കും വർഷയ്ക്കും ഇടയിൽ വഴക്കുണ്ടാക്കുന്നു, അടികൂടാനും വീണ്ടും ഒരു അതിഥി കൂടി വരുന്നു എന്നത് തന്നെയാണ്. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവർക്ക് വരാൻ പോകുന്നത് അനിയനോ അനിയത്തിയോ ആണ് അറിയില്ല. ഗിരിജയുടെ ഭർത്താവ് പറയുന്നു. എനിക്ക് അനിയൻ പിറക്കുന്നതോട് തന്നെയാണ് താല്പര്യമാണെന്നാണ് വിഷ്ണു പറയുന്നത്. എനിക്ക് ഇനിയൊരു അളിയൻ വേണ്ട, അനിയത്തി മതി എന്നാണ് വർഷയുടെ ഭർത്താവ് പറയുന്നത്. എനിക്കും അനിയത്തി മതി എന്ന് വർഷയുടെ മറുപടിയും പറയുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ പിറകെ കാണാം. അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഉണ്ണിമോൾക്ക് കളിക്കാൻ ഒരു കൂട്ടുകൂടിയാകും. ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട് നിങ്ങളോട് പങ്കുവച്ചത്. ഇത് കേട്ട് കഴിയുമ്പോൾ കുറെ പേർ നെഗറ്റീവ് പറയും, കുറെ പേർ നല്ലത് പറയും. നെഗറ്റീവ് പറയുന്നതിനോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. നല്ലത് പറയുന്നവരുടെ സ്നേഹം മാത്രമാണെന്നും കുടുംബം വീഡിയോ അവസാനിപ്പിച്ചു. നിരവധി പേരാണ് കുടുംബത്തിന് ആശംസകൾ നേർന്ന് രംഗത്ത് വന്നത്. അതേസമയം ഇത്രയും നല്ല സന്തോഷ വാർത്ത പങ്കിടുമ്പോൾ അനാമിക മാത്രം എന്തുകൊണ്ട് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന ചോദ്യവും കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അമ്മ ഞങ്ങളെ എല്ലാവരെയും ഒരു നിലയിൽ എത്തിച്ചു. ഇപ്പോൾ അമ്മയ്ക്കും സന്തോഷം വേണ്ടേ? ഉറപ്പായും വേണം. അമ്മയ്ക്ക് ഇതുവരെയും ജീവിതത്തിൽ കിട്ടാത്തൊരു സന്തോഷം കിട്ടാൻ പോവുകയാണ്. അമ്മ പുതിയ ജീവിതം തുടങ്ങി. രജിസ്റ്റർ മാരേജ് നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകളും നടത്തി. ഞങ്ങളുടെ അമ്മയെ ചിരിപ്പിച്ച മുഖത്തോടെ കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയുടെ ചിരി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ അമ്മയുടെ വിവാഹവും നടന്നത്. അമ്മയ്ക്കും ഒരു ജീവിതം വേണമെന്ന് തോന്നി. ചാച്ചൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അന്നു മുതൽ ഞങ്ങൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് അമ്മ തന്നെയാണ്. ഈ ആലോചന വന്നപ്പോഴും ഞങ്ങൾ ഓക്കെ ആണെങ്കിൽ അമ്മ പറഞ്ഞു. അമ്മ എന്ന നിലയിൽ എത്തിയെങ്കിലും അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വിവാഹം കഴിഞ്ഞതുകൊണ്ട് അമ്മ ഞങ്ങളെ ഇട്ടിട്ട് പോകുമൊന്നുമില്ല. അമ്മ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്നാണ് ഗിരിജയുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് സന്തോഷം പങ്കിട്ടിട്ട് വിഷ്ണുവും അനാമികയും പറഞ്ഞത്. എന്നിരുന്നാലും ഇവരുടെ സന്തോഷ വാർത്തയിൽ ഒരുപാട് പേരാണ് പങ്കുചേരുന്നത്. നിങ്ങൾക്ക് അനാമികയും വിഷ്ണുവും ഗിരിജയും എല്ലാം ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാനലിലെ മറ്റു വീഡിയോകളും കണ്ട് ലൈക്ക് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.